ഈ സൂചിപ്പിച്ചതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റ് അത് താൽക്കാലികമായി തടഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ ഹൈക്കോടതി. മുൻകൂർ ജാമ്യ ഹർജി ഈ മാസം 15-നായിരിക്കും ഹൈക്കോടതി പരിഗണിക്കുക. വിശദമായ വാദം കേൾക്കും. പ്രോസിക്യൂഷന്റെ എതിർപ്പ് തള്ളിയ കോടതി വിശദമായ വാദം വേണമെന്ന രാഹുലിന്റെ ആവശ്യവും അംഗീകരിച്ചിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുൻകൂർ ജാമ്യ ഹർജി ഇന്ന് ഹൈക്കോടതി 32ാമത്തെ ഇനമായിട്ടായിരുന്നു ലിസ്റ്റ് ചെയ്തിരുന്നത്. പക്ഷേ കോടതി നടപടികൾ രാവിലെ ആരംഭിച്ചപ്പോൾ ഹൈക്കോടതിയിൽ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ TA ഷാജി അടക്കമുള്ള മുതിർന്ന അഭിഭാഷകർ ഹാജരായിരുന്നു. ആ ഒരു ഘട്ടത്തിൽ പ്രതിഭാഗത്തിന് വേണ്ടി ഹാജരാകുന്ന S. രാജീവ് കോടതിയിൽ ഒരു തന്ത്രപരമായി നീക്കമെടുത്തു. അതിൽ നിന്നാണ് ഈ ഇടക്കാല ഉത്തരവിലേക്ക് അടക്കം പോയത്. കാരണം താൻ ഇന്ന് തന്നെ ഈ മുൻകൂർ ജാമ്യ ഹർജിയിൽ വാദം പറയാൻ തയ്യാറാണ്, തെളിവുകളും തന്റെ കയ്യിലുണ്ട് എന്ന് പ്രതിഭാഗം അഭിഭാഷകൻ കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയായിരുന്നു. അഭിപ്രായത്തിൽ രാഹുൽ അബ്സ്കോണ്ടിംഗ് അല്ല, രാഹുൽ കോടതിയുടെ മുമ്പിലുണ്ടായിരുന്നു, ജില്ലാ കോടതിയുടെ മുമ്പിലുണ്ടായിരുന്നു, ഹൈക്കോടതിയുടെ മുമ്പിലും ഉണ്ട്. ഹൈക്കോടതി നാളെ പറയുകയാണ്, നിങ്ങൾ പോയി നാളെ പോലീസ് സ്റ്റേഷനിൽ പോകാൻ പറഞ്ഞു. നമ്മൾ നാളെ പോലീസ് സ്റ്റേഷനിൽ ചെല്ലും, രാഹുൽ ചെല്ലും, ഉറപ്പ്. ഞാൻ പറയുകയാണ്, പോലീസ് ഇതുവരെ നോട്ടീസ് കൊടുത്തിട്ടില്ല, എൻ്റെ അറിവിൽ നോട്ടീസ് കൊടുത്തിട്ടില്ല. വന്ന് ഹാജരായിട്ട് നിങ്ങളുടെ ഭാഗം എന്താ പറയാനുള്ളത്, ഈ കുട്ടി പറയുന്നത് ശരിയാണോ എന്ന് ഇതുവരെ ചോദിച്ചിട്ടില്ല. പ്രോസിക്യൂഷന് കൂടുതൽ സമയം വേണമെങ്കിൽ അവർക്കത് നൽകാം, പക്ഷേ അതുവരെ എൻ്റെ അറസ്റ്റ് തടയണം എന്ന് രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി അഭിഭാഷകൻ കോടതിയിൽ ആവശ്യപ്പെടുകയായിരുന്നു. അതാണ് ജസ്റ്റിസ് K. ബാബു അനുവദിച്ചത്. ഒരു ഭരണഘടനാ കോടതിക്ക് മുൻപാകെ ഇതുപോലൊരു മുൻകൂർ ജാമ്യ ഹർജി എത്തുമ്പോൾ പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്ന് പ്രോസിക്യൂഷന് കോടതി നിർദ്ദേശം നൽകുകയായിരുന്നു. ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ TA ഷാജി ഈ ആവശ്യത്തെ ശക്തമായി എതിർത്തെങ്കിലും ഹൈക്കോടതി അത് പരിഗണിച്ചില്ല. ബാക്കിയുള്ള രാജ്യത്തൊക്കെ ഒരു പ്രോസിക്യൂട്ടർ അപ്രൂവ് ചെയ്താൽ മാത്രമേ ഒരാളെ അറസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ അതില്ല. അപ്പോൾ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ആർക്ക് വേണമെങ്കിലും അറസ്റ്റ് ചെയ്തിട്ട് 10 ദിവസം കഴിയുമ്പോൾ തെളിവില്ല എന്ന് പറഞ്ഞ് ജാമ്യം തന്നൊരു കാര്യമില്ലല്ലോ. ഡിസംബർ 15-ന് വിശദമായി വാദം കേൾക്കാമെന്ന് കോടതി വ്യക്തമാക്കി. അന്ന് കേസ് ഡയറിയും പ്രോസിക്യൂഷന്റെ എതിർപ്പുണ്ടെങ്കിൽ അത് രേഖാമൂലവും കോടതിയെ അറിയിക്കാനാണ് ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇന്ന് ഈ പ്രതിഭാഗം ഈ കേസിന്റെ കാര്യങ്ങൾ കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ തന്നെ ഹൈക്കോടതിയും പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. ഇതിൽ പ്രതി തന്നെ ഈ ബന്ധം സംബന്ധിച്ച ചില കാര്യങ്ങൾ കോടതിയിൽ സമ്മതിച്ചിട്ടുണ്ട്. ഉഭയസമ്മതപ്രകാരമുള്ള ബന്ധമാണ് അവർ തമ്മിൽ ഉണ്ടായിരുന്നത് എന്ന കാര്യം പ്രതി തന്നെ സമ്മതിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഗൗരവ സ്വഭാവത്തിലുള്ള ചില കാര്യങ്ങൾ കൂടി പ്രതി മുൻകൂർ ജാമ്യ ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അക്കാര്യങ്ങളിലൊക്കെ തന്നെ വിശദമായ വാദം വേണമെന്ന നിലപാടും കോടതി എടുത്തു. എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ ഇനി രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യാൻ കഴിയില്ല. അന്തിമ തീർപ്പ് വരുന്നതുവരെ ആ ഇടക്കാല ഉത്തരവ് തുടരും. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ചിടത്തോളം വളരെ ആശ്വാസകരമായിട്ടുള്ള ഒരു ഇടക്കാല ഉത്തരവാണ് ഇന്ന് ഹൈക്കോടതിയിൽ നിന്ന് പുറത്തു വന്നിരിക്കുന്നത്. കൊച്ചിയിൽ നിന്നും ബിനിൽ, മാതൃഭൂമി ന്യൂസ്.